ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റർ. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നോൺ ഹോമോജീനിയസ് ലീനിയർ ഓഡിയുടെ സൊല്യൂഷൻ കാണുന്ന മെത്തേഡുകളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ കഴിഞ്ഞ ക്ലാസ് വരെ മെത്തേഡ് ഓഫ് അൺഡിറ്റർമൈൻഡ് കോഎഫിഷ്യന്റ് ആയിരുന്നു പഠിച്ചത്. ഇന്നത്തെ ക്ലാസ്സിൽ പുതിയ മെത്തേഡാണ് മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റർ. അപ്പോൾ മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റർ ഉപയോഗിക്കുന്നത് മെത്തേഡ് ഓഫ് അൺഡിറ്റർമൈൻഡ് കോഎഫിഷ്യന്റ് വഴി നമ്മൾ പ്രോബ്ലംസ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം വരുന്ന കേസിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് അവർ കറക്റ്റ് ആയിട്ട് പറയും, യൂസിങ് മെത്തേഡ് ഓഫ് വേരിയേഷൻ പാരാമീറ്റർ പറയും. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു നോൺ ഹോമോജീനിയസ് ലീനിയർ ഓഡിയുടെ സെക്കൻഡ് ഓർഡർ എന്തായിരുന്നു? വൈ ഡബിൾ ഡാഷ് പ്ലസ് പി ഓഫ് എക്സ് വൈ ഡാഷ് പ്ലസ് ക്യൂ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ആർ ഓഫ് എക്സ്. ക്യൂ ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു ക്യൂ ഓഫ് എക്സ് വൈ ഉണ്ട്, ക്യൂ ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു ആർ ഓഫ് എക്സ്. ഇതാണ് ജനറൽ ആയിട്ടുള്ളത് സെക്കൻഡ് ഓർഡർ. ഇതിന്റെ പർട്ടിക്കുലർ സൊല്യൂഷൻ കാണുന്നത് നമ്മൾ എങ്ങനെയാ മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റർ വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതാണ്. അതിന്റെ ഇക്വേഷൻ ഉണ്ട്, ഇക്വേഷൻ വെച്ചിട്ട് അങ്ങ് ചെയ്താൽ മതി. വൈ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് വൈ വൺ ഇന്റഗ്രൽ വൈ ടു ഇൻറ്റു ആർ ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ഡബ്ല്യു ഡി എക്സ് പ്ലസ് വൈ ടു ഇൻറ്റു ഇന്റഗ്രൽ വൈ വൺ ആർ ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ഡബ്ല്യു ഡി എക്സ്. ഇവിടെ ഡബ്ല്യു എന്ന് പറയുന്നത് വ്രോൺസ്കിയൻ ആണ്. വൈ വൺ വൈ ടു വൈ വൺ ഡാഷ് വൈ ടു ഡാഷ് ഡിറ്റർമിനന്റ്. ഓക്കെ, വ്രോൺസ്കിയൻ. അപ്പോൾ മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്ററിന്റെ ഇക്വേഷൻ നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് ഓരോ പ്രോബ്ലംസ് ആയിട്ട് ചെയ്ത് നോക്കാം. ഫസ്റ്റ് പ്രോബ്ലം, ക്വസ്റ്റ്യൻ നമ്പർ 1. സോൾവ് d square y by dx square plus 4y is equal to tan 2x. ഓക്കെ, ജനുവരി 2024 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സൊല്യൂഷൻ. അപ്പൊ ഇതൊരു നോൺ ഹോമോജീനിയസ് ആണ്. അപ്പൊ നമുക്ക് സൊല്യൂഷനകത്ത് എന്തൊക്കെയുണ്ട്? വൈ സി ഉണ്ട്, വൈ പി ഉണ്ട്. വൈ സി കാണാനായിട്ട് ഓക്സിലറി ഇക്വേഷൻ എഴുതണം. അതിനുശേഷം നമുക്ക് എന്താണ് എമ്മിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഇവിടെ എന്താണ്? എം സ്ക്വയർ പ്ലസ് 4 ഈസ് ഈക്വൽ ടു 0, എം സ്ക്വയർ ഈസ് ഈക്വൽ ടു മൈനസ് 4, എം ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 2i. കോംപ്ലക്സ് കോൺജുഗേറ്റ് ആണ് വന്നിട്ടുള്ളത്, കോംപ്ലക്സ് റൂട്ട്. അപ്പൊ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ എന്ത് കിട്ടുന്നു? ഇ റേസ് ടു 0x c1 cos 2x പ്ലസ് c2 sin 2x. അതായത് c1 cos 2x പ്ലസ് c2 sin 2x എന്നാണ് നിങ്ങൾക്ക് വൈ സി കിട്ടിയത്. ഇനി നമുക്ക് വ്രോൺസ്കിയൻ കാണണം. വ്രോൺസ്കിയൻ എന്താണ്? നമ്മുടെ വൈ പിക്കകത്ത് വ്രോൺസ്കിയൻ ഉണ്ടല്ലോ. അപ്പൊ വ്രോൺസ്കിയൻ കൂടെ കണ്ടുപിടിക്കാം. വ്രോൺസ്കിയൻ എങ്ങനെ കാണാം? ഇതിൽ നിന്നും വൈ വണ്ണും വൈ ടു ഐഡന്റിഫൈ ചെയ്തേ. വൈ വൺ ഈസിക്കൽ എന്താണ്? കോസ് 2x, c1ന്റെ കൂടെ കിടക്കുന്നത്. വൈ ടു എന്താണ്? സൈൻ 2x. അപ്പൊ വ്രോൺസ്കിയൻ എന്ത് കിട്ടുന്നു? വൈ വൺ വൈ ടു വൈ വൺ ഡാഷ് വൈ ടു ഡാഷ് ഇറ്റ് ഈസ് ഈക്വൽ ടു വൈ വൺ എന്താണ്? കോസ് 2x, വൈ ടു സൈൻ 2x. വൈ വൺ ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? കോസ് 2xന്റെ ഡെറിവേറ്റീവ്. അപ്പൊ എന്ത് കിട്ടുന്നു? മൈനസ് സൈൻ 2x ഇൻറ്റു 2. സൈൻ 2xന്റെ ഡെറിവേറ്റീവ് എന്താ? വൈ ടു ഡാഷിന്റെ ഡെറിവേറ്റീവ് കോസ് 2x ഇൻറ്റു 2. ഓക്കെ, ഇനി ഇതിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ എടുത്താൽ മതി. കോസ് 2x ഇൻറ്റു കോസ് 2x ഇൻറ്റു 2 എന്താണ്? കോസ് സ്ക്വയർ 2x, അതായത് 2 ഇൻറ്റു കോസ് സ്ക്വയർ 2x പ്ലസ് 2 ഇൻറ്റു സൈൻ സ്ക്വയർ 2x എന്നാണ് കിട്ടുന്നത്. 2 എടുത്ത് വെളിയിലിട്ടാൽ കോസ് സ്ക്വയർ 2x പ്ലസ് സൈൻ സ്ക്വയർ 2x എന്താ കിട്ടുന്നത്? 1 അല്ലേ? അപ്പൊ 2 ഇൻറ്റു 1 2 എന്ന് കിട്ടും. അപ്പൊ വ്രോൺസ്കിയൻ നമുക്ക് 1 എന്ന് കിട്ടും, സോറി 2 എന്ന് കിട്ടും. ഇനി നമുക്ക് എന്താ? വൈ പിയുടെ ഫോർമുല ഉണ്ടല്ലോ, പർട്ടിക്കുലർ ഇന്റഗ്രൽ കാണാനുള്ള ഫോർമുല ഇല്ലേ? വൈ പിയുടെ ഫോർമുല എന്താ? മൈനസ് വൈ വൺ ഇന്റഗ്രൽ വൈ ടു ആർ ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ഡബ്ല്യു ഡി എക്സ് പ്ലസ് വൈ ടു ഇൻറ്റു ഇന്റഗ്രൽ വൈ വൺ ആർ ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ഡബ്ല്യു ഡി എക്സ്.
y1 എന്താണ് മൈനസ് കോസ് 2x മൈനസ് y1 അല്ല അപ്പൊ മൈനസ് കോസ് 2x y2 എന്താണ് സൈൻ 2x ഇൻറ്റു ആർ ഓഫ് എക്സ് എന്താ നമ്മുടെ ക്വസ്റ്റ്യനകത്ത് ആർ എച്ച് എസിന്റെ പാർട്ട് എന്താണ് ടാൻ 2x ഡിവൈഡഡ് ബൈ w എന്താണ് 2 dx പ്ലസ് y2 എന്താണ് സൈൻ 2x ഇന്റഗ്രൽ y1 എന്താണ് കോസ് 2x ഇൻറ്റു ആർ ഓഫ് എക്സ് എന്താണ് ടാൻ 2x ഡിവൈഡഡ് ബൈ 2 dx രണ്ട് ടൈമിലെയും ആ 2 എടുത്ത് വെളിയിലിട്ടു ഇപ്പൊ മൈനസ് കോസ് 2x ഡിവൈഡഡ് ബൈ 2 സൈൻ 2x ഇൻറ്റു ടാൻ 2x നമുക്ക് എങ്ങനെ എഴുതാം സൈൻ 2x ബൈ കോസ് 2x എന്ന് എഴുതാൻ പറ്റില്ലേ dx പ്ലസ് സൈൻ 2x ഡിവൈഡഡ് ബൈ 2 ഇന്റഗ്രലിനകത്തുള്ള ബൈ 2 എടുത്ത് വെളിയിലിട്ടു കോസ് 2x ഇൻറ്റു ടാൻ 2x നമുക്ക് എങ്ങനെ എഴുതാം സൈൻ 2x ഡിവൈഡഡ് ബൈ കോസ് 2x എഴുതാം ഓക്കെ dx വെട്ടിക്കളയാനുള്ളതൊക്കെ വെട്ടിക്കളയൂ ഇതും വെട്ടിപ്പോകും അല്ലേ അപ്പൊ എന്ത് കിട്ടുന്നു മൈനസ് കോസ് 2x ബൈ 2 ഇന്റഗ്രൽ സൈൻ സ്ക്വയർ 2x ഡിവൈഡഡ് ബൈ കോസ് 2x dx പ്ലസ് സൈൻ 2x ബൈ 2 ഇന്റഗ്രൽ സൈൻ 2x dx which is equal to മൈനസ് കോസ് 2x ബൈ 2 ഇന്റഗ്രൽ ഈ സൈൻ സ്ക്വയർ 2x ന് പകരം നമുക്ക് 1 മൈനസ് കോസ് സ്ക്വയർ 2x എന്ന് കൊടുക്കാം ബൈ 2 ഓക്കെ അല്ല എന്താണ് നമുക്കറിയാമല്ലോ സൈൻ സ്ക്വയർ 2x പ്ലസ് കോസ് സ്ക്വയർ 2x എന്നാണ് ബൈ 2 അല്ലല്ലോ സൈൻ സ്ക്വയർ 2x പ്ലസ് കോസ് സ്ക്വയർ 2x 1 അല്ലേ അപ്പോൾ സൈൻ സ്ക്വയർ 2x ന് പകരം നമുക്ക് എന്ത് കൊടുക്കാം 1 മൈനസ് കോസ് സ്ക്വയർ 2x നോക്കാം ഇനി ഇവിടെ കോസ് 2x dx പ്ലസ് സൈൻ 2x ബൈ 2 ഇന്റഗ്രൽ സൈൻ 2x എന്താണ് മൈനസ് കോസ് 2x ബൈ 2 ഓക്കെ ഇനി ഞാൻ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ ഞാൻ ഇവിടെ ഒരു ബ്രാക്കറ്റ് കൊടുക്കുന്നേ ഓക്കെ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഈ ഇന്റഗ്രൽ ഈ ബ്രാക്കറ്റ് ഇട്ടേക്കുന്നതിനകത്തുള്ള ഇന്റഗ്രലിനകത്തുള്ള ടൈം ഇല്ലേ അതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു 1 ബൈ കോസ് 2x എന്നും മൈനസ് കോസ് സ്ക്വയർ 2x ബൈ കോസ് 2x dx എന്ന് എഴുതുന്നു അപ്പൊ മൈനസ് കോസ് 2x ബൈ 2 ആ ബ്രാക്കറ്റ് തന്നെ ഞാൻ കൊടുക്കുന്നു ഇന്റഗ്രൽ സ്പ്ലിറ്റ് ചെയ്യുവാണ് ഫസ്റ്റ് ടൈം ഇന്റഗ്രൽ 1 ബൈ കോസ് 2x dx മൈനസ് അടുത്തതോ ഇന്റഗ്രൽ കോസ് സ്ക്വയർ 2x ഡിവൈഡഡ് ബൈ കോസ് 2x dx ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു പ്ലസ് സൈൻ 2x ബൈ 2 ഇൻറ്റു മൈനസ് കോസ് 2x ബൈ 2 ഇനി എന്താണ് ഇവിടുത്തെ ഒരു കോസ് സ്ക്വയർ 2x ഇവിടുത്തെ ഒരെണ്ണം പോയി which is equal to മൈനസ് കോസ് 2x ബൈ 2 ഇന്റഗ്രൽ ഈ 1 ബൈ കോസ് എന്താണ് 1 ബൈ കോസ് 2x sec 2x ആണ് അല്ലെ sec 2x dx മൈനസ് ഇതെന്ത് കിട്ടുന്നു ഇന്റഗ്രൽ കോസ് 2x ഇന്റഗ്രൽ കോസ് 2x dx യെല്ലോ കളർ ആയിരുന്നില്ല ബ്രാക്കറ്റ് ഒരു സെക്കൻഡ് പ്ലസ് ഇട്ട് മൈനസ് കൊടുത്തു മൈനസ് സൈൻ 2x കോസ് 2x ഡിവൈഡഡ് ബൈ 4 എന്നാണ് ഇനി കോസ് ഇന്റഗ്രൽ കോസ് 2x എന്താണെന്ന് അറിയാമല്ലോ എന്താണ് ഇന്റഗ്രൽ കോസ് 2x സൈൻ 2x ബൈ 2 ആണ് അത് ഞാൻ അടുത്ത ഇതിൽ കൊടുക്കുവാണ് എന്നിട്ട് ഈ ബ്രാക്കറ്റ് അങ്ങ് ഓപ്പൺ ആക്കുക ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുമ്പോൾ എന്ത് കിട്ടുന്നു മൈനസ് കോസ് 2x ബൈ 2 ഇന്റഗ്രൽ sec 2x dx മൈനസ് മൈനസും പ്ലസ് ആയി കോസ് 2x ബൈ 2 ഇതിന് ഇന്റഗ്രൽ കോസ് 2x എന്നാണ് സൈൻ 2x ബൈ 2 എന്നായി ഓക്കെ അല്ലെ അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾ എഴുതിയാൽ മതി നിങ്ങൾക്ക് അല്ലെ കൺഫ്യൂഷൻ വരണം ഞാനിപ്പോൾ ചെയ്തത് ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുവാണ്
ഇന്റഗ്രൽ cos 2x dx minus sin 2x cos 2x by 4. അടുത്ത സ്റ്റെപ്പിൽ സോൾവ് ചെയ്ത് ഓക്കെ അല്ലെ കൺഫ്യൂഷൻ വന്നാൽ മൈനസ് കോസ് 2x ഡിവൈഡഡ് ബൈ 2 ഇന്റഗ്രൽ സീക് 2x എന്താണെന്ന് അറിയാമോ ഇന്റഗ്രൽ സീക് 2x ലോഗ് മോഡ് സീക് 2x പ്ലസ് ടാൻ 2x ബൈ 2 ആണ് പ്ലസ് cos 2x by 2 into ഇന്റഗ്രൽ cos 2x എന്നാണ് sin 2x by 2 മൈനസ് sin 2x cos 2x divided by 4. ഇത് രണ്ടും സെയിം അല്ലേ പോയില്ലേ വെട്ടിപ്പോയില്ലേ ഒന്നും പോസിറ്റീവ് ഒന്നും നെഗറ്റീവ് ഫൈനൽ ആൻസർ എന്ത് കിട്ടുന്നു മൈനസ് cos 2x by 4 log of sec 2x plus tan 2x മോഡാണ് ഇതാണ് നമ്മുടെ yp എന്ന് പറയുന്നത് ഫൈനൽ ആയിട്ടുള്ള ആൻസർ എന്താണ് y is equal to yc plus yp ആണ് yc എന്ത് കിട്ടുന്നു yc നമ്മൾ മോളിൽ കണ്ടുപിടിച്ച് വെച്ചിട്ട് c1 cos 2x plus c2 sin 2x മൈനസ് അടുത്തത് മൈനസ് cos 2x by 4 log മോഡ് sec 2x plus tan 2x ഓക്കെ ഈ ഗ്രൂപ്പിനകത്ത് ഈ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള റിസൾട്ട് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം സോൾവ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ d square y by dx square plus y is equal to sec x സൊല്യൂഷൻ ഇപ്പൊ നമ്മൾ ചെയ്തിട്ടുള്ള ക്വസ്റ്റിനകത്ത് ഇപ്പൊ ചെയ്ത എന്തായിരുന്നു tan 2x അല്ലായിരുന്നു ആ tan 2x പകരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ tan x ചോദിക്കാം ഇതേപോലെ തന്നെ ഇപ്പൊ ഇവിടെ 2 വന്നിടത്തെല്ലാം വെറും x വരുവന്നേ ഉള്ളൂ tan x വന്നു കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ വേറെ മാറ്റങ്ങളൊന്നുമില്ല ഓക്കെ ഇവിടെ ഇപ്പൊ എന്ത് കിട്ടും ലോഗ് സീക്ക് എക്സ് ടാൻ എക്സ് ലോഗ് സീക്ക് എക്സ് പ്ലസ് ടാൻ എക്സ് എന്നുള്ള ഫോമിൽ ആയിരിക്കും ഫ്രണ്ടിൽ എന്തുണ്ട് ഒരു മൈനസ് കോസ് എക്സ് ബൈ 4 നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി നമ്മൾ ചെയ്ത് ടാൻ 2x ആണ് വേണമെന്നുണ്ടെങ്കിൽ ടാൻ എക്സ് ചോദിക്കാം ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് എന്താണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് വൈ ഈസ് ഈക്വൽ ടു സീക്ക് എക്സ് അപ്പൊ ആദ്യം കോംപ്ലിമെന്ററി ഫംഗ്ഷൻ കാണാം ഓക്സിലറി ഇക്വേഷൻ എന്താണ് എം സ്ക്വയർ പ്ലസ് 1 ഈസ് ഈക്വൽ ടു 0 എം സ്ക്വയർ ഈസ് ഈക്വൽ ടു മൈനസ് 1 എം ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ഐ എന്ന് കിട്ടുന്നു കോംപ്ലിമെന്ററി ഫംഗ്ഷൻ എന്ത് കിട്ടുന്നു ഐ സി ഈസ് ഈക്വൽ ടു c1 cos x പ്ലസ് c2 sin x എന്ന് കിട്ടുന്നു ഇതിൽ നിന്നും y1 ഈസ് ഈക്വൽ ടു cos x എന്നും y2 ഈസ് ഈക്വൽ ടു sin x എന്നും കിട്ടുന്നു അപ്പോൾ ബ്രോൺസ്കിയൻ w എന്താണ് y1 y2 y1 ഡാഷ് y2 ഡാഷ് അല്ലേ അപ്പൊ എന്ത് കിട്ടുന്നു p ഈസ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് ആണ് ഇത് y1 എന്താണ് cos x മറ്റേ എന്താണ് sin x y1 ഡാഷ് എന്താണ് cos x ന്റെ ഡെറിവേറ്റീവ് എന്താ മൈനസ് sin x sin x ന്റേതോ cos x ഡിറ്റ് എടുക്കുമ്പോൾ cos സ്ക്വയർ x പ്ലസ് sin സ്ക്വയർ x ഇസ് ഈക്വൽ ടു 1 അപ്പോൾ ബ്രോൺസ്കിയന്റെ വാല്യൂ എന്താണ് 1 എന്ന് കിട്ടിയിരുന്നു ഇനി നമുക്ക് പർട്ടിക്കുലർ ഇന്റഗ്രലിന്റെ ഫോർമുല എഴുതാം p യുടെ ഫോർമുല എന്താണ് yp is equal to minus y1 integral y2 into r of x divided by w dx plus y2 into integral y1 r of x divided by w dx minus y1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ cos x ആണ് y2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ sin x ഇതൊക്കെ എങ്ങനെയാണ് ഇവിടെ നോക്കാം നമ്മുടെ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ അകത്തുനിന്നാണ് y1 ഉം y2 ഒക്കെ ഐഡന്റിഫൈ ചെയ്യുന്നത് y1 എന്താണ് c1 ന്റെ കൂടെയുള്ള ടൈം y2 എന്താണ് c2 ന്റെ കൂടെയുള്ള ടൈം ഓക്കെ അത് ഇതിനകത്ത് കൊടുത്താൽ മതി ആർ ഓഫ് എക്സ് എന്താ ക്വസ്റ്റിനകത്തുള്ള റൈറ്റ് സൈഡിലുള്ള ടൈം എന്താണ് സീക്ക് എക്സ് അല്ലേ ഡിവൈഡഡ് ബൈ ഡബ്ല്യു എന്താ 1 അല്ലേ അപ്പോൾ അത് 1 ആണ് ഓക്കെ അത് എഴുതേണ്ട ആവശ്യമില്ലല്ലോ y2 എന്താണ് sin x ഇന്റഗ്രൽ എന്ത് കിട്ടുന്നു cos x ഇൻറ്റു സീക്ക് എക്സ് ഡി എക്സ് എന്ന് കിട്ടുന്നു ഇത് സോൾവ് ചെയ്യണം മൈനസ് കോസ് എക്സ്
ഇതെന്ത് കിട്ടുന്നു? സൈൻ എക്സ് 1 കോസ് സീക്ക് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 1 കോസ് എക്സ് ആണ് സീക്ക് എക്സ് പ്ലസ് സൈൻ എക്സ് ഇന്റഗ്രൽ കോസ് എക്സ് ഇൻറ്റു 1 കോസ് എക്സ് ഡി എക്സ്. ഇത് വരും വെട്ടിപ്പോയി. അപ്പൊ എന്ത് കിട്ടുന്നു? മൈനസ് കോസ് എക്സ് ഇന്റഗ്രൽ സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്നാണ് ടാൻ എക്സ് ഡി എക്സ് പ്ലസ് സൈൻ എക്സ് ഇന്റഗ്രൽ ഡി എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് കോസ് എക്സ് ഇന്റഗ്രൽ ടാൻ എക്സ് എന്താണ്? ഇന്റഗ്രൽ ടാൻ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? ലോഗ് സീക്ക് എക്സ്, ലോഗ് സീക്ക് എക്സ് പ്ലസ് സൈൻ എക്സ് ഇൻറ്റു ഇന്റഗ്രൽ ഡി എക്സ് എന്നാണ് എക്സ്. ഇതാണ് ഫൈനൽ ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന് നമുക്ക് ഒന്നുകൂടെ വേണമെങ്കിൽ എഴുതാം. അതായത് ഈ ലോഗ് സീക്ക് എക്സ് ഉണ്ടല്ലോ, ലോഗ് സീക്ക് എക്സ്, ഈ ലോഗ് സീക്ക് എക്സിന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു റിസൾട്ട് ഉണ്ട്. ഒരു സെക്കൻഡ്, ദെൻ ഇങ്ങനെ എഴുതാം. ലോഗ് സീക്ക് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് ലോഗ് കോസ് എക്സ് ആണ്, മൈനസ് ലോഗ് കോസ് എക്സ്. അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ എന്തെഴുതാം? മൈനസ് കോസ് എക്സ് ഇൻറ്റു മൈനസ് ലോഗ് കോസ് എക്സ് പ്ലസ് എക്സ് സൈൻ എക്സ് എന്ന് എഴുതാം. അതായത് ഈ മൈനസ് മൈനസും പോയിട്ട് വെറും കോസ് എക്സ് ലോഗ് കോസ് എക്സ് പ്ലസ് എക്സ് സൈൻ എക്സ് എന്ന് കിട്ടും. കോസ് എക്സ് ലോഗ് കോസ് എക്സ് പ്ലസ് എക്സ് സൈൻ എക്സ് എന്ന് കിട്ടും. ഇതാണ് വൈ പി. അപ്പൊ നമുക്ക് എന്താണ്? നമ്മുടെ y ഈസ് ഈക്വൽ ടു വൈ സി പ്ലസ് വൈ പി അല്ലേ? വൈ സി എന്താണ്? C1 കോസ് എക്സ് പ്ലസ് C2 സൈൻ എക്സ്. വൈ പി എന്താണ്? കോസ് എക്സ് എക്സ് സൈൻ എക്സ്. ഓക്കെ, മറ്റേ എന്താണ്? മൈനസ് കോസ് എക്സ് ലോഗ് സീക്ക് എക്സ് എന്ന് എഴുതിയാലും കുഴപ്പമില്ല, മാർക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. ഞാൻ പിന്നെ അത് സോൾവ് ചെയ്ത് എഴുതുന്നേ ഉള്ളേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം. നമ്മുടെ ഏറ്റവും അവസാനം ഇപ്പൊ കഴിഞ്ഞിട്ടുള്ള പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. y ഡബിൾ ഡാഷ് മൈനസ് 6y ഡാഷ് പ്ലസ് 9y ഈസ് ഈക്വൽ ടു e raised to 3x ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ. ഇത് ഏപ്രിൽ 2018 കേറ്റിൽ ചോദിച്ചിട്ടുണ്ട്. ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ മെയ് 2024 2019 സ്കീമിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. സൊല്യൂഷൻ: ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം അതിന്റെ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ കാണാം. അതിനായിട്ട് ഓക്സിലറി ഇക്വേഷൻ, ഓക്സിലറി ഇക്വേഷൻ എന്താണ്? എം സ്ക്വയർ മൈനസ് 6m പ്ലസ് 9 ഈസ് ഈക്വൽ ടു 0. ഇതിൽ നിന്ന് m ഈസ് ഈക്വൽ ടു 3 കിട്ടില്ലേ? m മൈനസ് 3 ദ ഹോൾ സ്ക്വയർ. അപ്പൊ m ഈസ് ഈക്വൽ ടു 3 എന്ന് കിട്ടുന്നു. അതായത് കോംപ്ലിമെന്ററി ഫംഗ്ഷൻ വൈ സി എന്ന് പറയുന്നത് എന്ത് കിട്ടുന്നു? C1 പ്ലസ് C2x ഇൻറ്റു ഇ റേസ് ടു 3x എന്ന് കിട്ടുന്നു. ഓക്കെ, നമുക്ക് y1 y2 ഐഡന്റിഫൈ ചെയ്യണം. അതിനായിട്ട് ഈ വെളിയിലുള്ള ഇ റേസ് ടു 3x അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ C1 ഇ റേസ് ടു 3x പ്ലസ് C2x ഇ റേസ് ടു 3x y സി ഈസ് ഈക്വൽ. അതായത് ഇതിൽ നിന്നും y1 എന്ന് പറയുന്നത് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത C1ന്റെ കൂടെയുള്ള ടേം ആണ് y1. അപ്പോൾ ഇ റേസ് ടു 3x, y2 എന്ന് പറയുന്നത് എന്താണ്? x ഇ റേസ് ടു 3x ആണ്. y1 ഉം y2 നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ബ്രോൺസ്കിയൻ എങ്ങനെ കാണാം? ബ്രോൺസ്കിയൻ w ഈസ് ഈക്വൽ ടു y1 y2 y1 ഡാഷ് y2 ഡാഷ് വിച്ച് ഈസ് ഈക്വൽ ടു y1 എന്താണ്? ഇ റേസ് ടു 3x ആണ്. y2 എന്താണ്? x ഇ റേസ് ടു 3x ആണ്. y1 ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇ റേസ് ടു 3x ന്റെ ഡെറിവേറ്റീവ് എന്താണ്? ഇ റേസ് ടു 3x ഇൻറ്റു 3 ആണ്. ഇത് എന്ത് വരുന്നു? x ഇ റേസ് ടു 3x ന്റെ ഡെറിവേറ്റീവ് കാണാൻ പറഞ്ഞാൽ പ്രോഡക്റ്റ് x ഇൻറ്റു ഇ റേസ് ടു 3x ഇൻറ്റു 3a പ്ലസ് ഇ റേസ് ടു 3x ഇൻറ്റു 1. ഓക്കെ, ഇനി ഇതിന്റെ ഡിറ്റർമിന്റ് വാല്യൂ ആണ് കാണുന്നത്. അപ്പൊ ഇ റേസ് ടു 3x ഇൻറ്റു
3x e raised to 3x plus e raised to 3x minus 3 e raised to 3x into x e raised to 3x ആണ് കിട്ടുന്നത്. സോൾവ് ചെയ്യണം. ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുന്നു. അപ്പോൾ 3x e raised to 3x plus 3x എന്താണ് 6x plus e raised to 6x minus 3 e raised to 6x 3x e raised to 6x ഇവിടെ ഒരു x ഉണ്ടായിരുന്നല്ലേ, ഇതും പോയി ഓക്കെ. അപ്പൊ e raised to 6x എന്നാണ് w കിട്ടുന്നത്. അപ്പൊ w ഉള്ളിടത്തെല്ലാം e raised to 6x കൊടുക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ചെയ്യാം. പർട്ടിക്കുലർ ഇന്റഗ്രൽ കാണണം. phi is equal to ഫോർമുല എന്താ -y1 ഇന്റഗ്രൽ y2 into r of x divided by w dx plus y2 into integral y1 r of x divided by w dx ആണ്. which is equal to minus y1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് e raised to 3x ഇന്റഗ്രൽ y2 എന്താണ് y2 എന്ന് പറഞ്ഞാൽ x e raised to 3x ആണ്. അപ്പോൾ x e raised to 3x into r of x എന്താണ് e raised to 3x divided by x square ആണ്, divided by w എന്താണ് e raised to 6x dx plus y2 എന്താണ് x e raised to 3x ഇന്റഗ്രൽ y1 എന്താണ് e raised to 3x into r of x എന്താണ് e raised to 3x r of x എന്ന ക്വസ്റ്റ്യനിലെ RHSന്റെ സൈഡിലുള്ള ടൈം ഓക്കെ x സ്ക്വയർ ഡിവൈഡഡ് ബൈ e raised to 6x dx വെട്ടിക്കളഞ്ഞ് സോൾവ് ചെയ്യണം. എളുപ്പമാണ്. ഇവിടെ ഇപ്പോ ഇതിനകത്ത് വെട്ടാനായിട്ട് ഒന്നുമില്ല. വെട്ടാം, താഴത്തേതുമായിട്ട് വെട്ടാം, അതിപ്പോഴേ വെട്ടണ്ട, കൺഫ്യൂഷൻ ആവും. e raised to 3x e raised to 3x താഴത്തെ e raised to 6x കൂടെ വെട്ടിക്കളയും. ഞാൻ അടുത്ത സ്റ്റെപ്പിൽ അത് സോൾവ് ചെയ്തിട്ട് കാണിച്ചു. ഇവിടെ എക്സ്, ഇവിടുത്തെ ഒരു എക്സും കൂടെ കളയാമല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ ഇത് ഒന്ന് ഇന്റഗ്രലിനകത്തുള്ള സാധനങ്ങൾ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതാം. -3 raised to 3x e raised to ന്യൂമറേറ്ററിൽ എന്താ e raised to 3x into e raised to 3x എന്താണ് e raised to 6x ആണ്, ഡിവൈഡഡ് ബൈ x into e raised to 6x എന്ന് പറഞ്ഞു dx പ്ലസ് x e raised to 3x ഇന്റഗ്രൽ ഇവിടെയും അതേപോലെ തന്നെ e raised to 6x divided by x square into e raised to 6x dx എന്ന് പറഞ്ഞു അറേഞ്ച് ചെയ്യുക. അപ്പൊ ഇത് വെട്ടിപ്പോവും, ഇതും പോയി. ബാക്കി ബാലൻസ് ഉള്ള സാധനങ്ങൾ മാത്രം എഴുതിയാൽ മതി. എന്തെഴുതുന്നു ഫിസിക്കൽ മൈനസ് e raised to 3x ഇന്റഗ്രൽ 1/x dx plus x e raised to 3x ഇന്റഗ്രൽ 1/x square dx which is equal to minus e raised to 3x ഇന്റഗ്രൽ 1/x എന്താണ് log x അല്ലേ, log x plus x e raised to 3x ഇന്റഗ്രൽ 1/x square dx എന്താണ്. ഇതിനെ നമുക്ക് എങ്ങനെ ഇന്റഗ്രൽ x raised to -2 dx എഴുതാൻ പറ്റില്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x raised to -2 plus 1 ഡിവൈഡഡ് ബൈ -2 plus 1 അതായത് x raised to -1 ഡിവൈഡഡ് ബൈ -1 അതായത് -1/x. ഇതൊക്കെ നമ്മൾ കാണാതെ പഠിച്ച് വെക്കേണ്ടതാണ് കേട്ടോ. ഇന്റഗ്രൽ 1/x സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് -1/x ആണ്. നമുക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ -1/x കൊടുക്കും. ഇത് സോൾവ് ചെയ്ത് ഇവിടുത്തെ ഇതും പോയില്ലേ. അപ്പൊ ആൻസർ എന്ത് കിട്ടുന്നു -e raised to 3x log x minus e raised to 3x എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ yp എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ സൊല്യൂഷൻ എന്താണ് y is equal to yc plus yp അല്ലേ. അപ്പൊ എന്ത് എഴുതാം yc എന്തായിരുന്നു c1 plus c2x into e raised to 3x മൈനസ് അടുത്തത് മൈനസ് ഇട്ടത് ഈ yp ആണ് മൈനസ് e raised to 3x log x മൈനസ് e raised to 3x. ഓക്കെ, നമ്മൾ ഈ e raised to നമ്മൾ yc കണ്ടുപിടിച്ചിട്ടെ
നമുക്ക് y1 y2 എന്താണ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആ വെളിയിലുള്ള ഇറേഷനകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയത്. ഓക്കെ, അത് y1 y2 നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് വേണ്ടി. അടുത്ത ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നാലാമത്തെ ക്വസ്റ്റ്യൻ. Solve y double dash plus ya is equal to cosec x using method of variation of parameters. ഇത് ജൂലൈ 2017 ചോദിച്ചതാണ്. ഇതേ ക്വസ്റ്റ്യൻ തന്നെ ജൂലൈ 2021 ചോദിച്ചിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കൊസീക്കിൻ്റെത്. ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് തൊട്ട് മുന്നേ ചെയ്യിപ്പിച്ചതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിട്ടോ. ഇതിനകത്ത് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഞാൻ ഈ പഠിപ്പിക്കുന്ന എല്ലാം ചെയ്ത് പഠിക്കുന്നത്. സൊല്യൂഷൻ ഓക്സിലറി ഇക്വേഷൻ m square plus 1 is equal to 0. m is equal to plus or minus I. yc is equal to കോംപ്ലിമെന്റേഷൻ എന്ത് കിട്ടുന്നു? c1 cos x പ്ലസ് c2 sin x എന്ന് കിട്ടുന്നു. ഇനി നമുക്കപ്പോൾ y1 ഉം y2 ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി. y1 എന്താണ്? cos x. y2 എന്താണ്? sin x. w എന്താണ്? y1 y2 y1 dash y2 dash is equal to y1 എന്താണ്? cos x. എന്താണ്? sin x. ഇതെന്താണ്? മൈനസ് sin x. അതായത് cos x ന്റെ ഡെറിവേറ്റീവ്. ഇതെന്താണ്? sin x ന്റെ ഡെറിവേറ്റീവ് cos x. ഡിറ്റർമിനന്റ് എടുക്കുമ്പോൾ തന്നെ അറിയാം cos square x plus sin square x എന്ത് കിട്ടുന്നു? 1 എന്ന് കിട്ടുന്നു. അപ്പോൾ വ്രോൺസ്കിയൻ 1 എന്ന് കിട്ടും. ഈ പി ഐയുടെ ഫോർമുല എഴുതുന്നു. പി ഐ ഈസ് ഈക്വൽ ടു മൈനസ് y1 ഇന്റഗ്രൽ y2 ഇൻറ്റു r of x divided by w dx പ്ലസ് y2 ഇൻറ്റു ഇന്റഗ്രൽ y1 r of x divided by w dx. എല്ലാ സംഭവങ്ങളും അറിയാം. ഇതിന്റെ അതാത് സ്ഥാനങ്ങളിൽ നമ്മൾ കൊടുത്താൽ മതി. അപ്പോൾ എന്ത് കിട്ടുന്നു? മൈനസ് y1 എന്താണ്? cos x ആണ്. അപ്പൊ മൈനസ് cos x ഇന്റഗ്രൽ sin x ഇൻറ്റു r of x എന്താണ്? cosec x dx ഡിവൈഡ് ബൈ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? sin x ഇൻറ്റു cosec x ഡിവൈഡ് ബൈ 1 എന്ന് പറഞ്ഞാൽ എന്താ? sin x ഇൻറ്റു cos x തന്നെയല്ലേ? cos x അല്ല cosec x തന്നെയല്ലേ? w1 ആണ് അതുകൊണ്ട്. ഓക്കെ, y2 എന്താണ്? y2 sin x ഇന്റഗ്രൽ cos x ഇൻറ്റു cosec x dx which is equal to minus cos x ഇന്റഗ്രൽ sin x ഇൻറ്റു cosec x എന്താണ്? 1 by sin അല്ലേ? cosec dx പ്ലസ് sin x ഇന്റഗ്രൽ cos x ഇൻറ്റു cosec x dx. ഓക്കെ, ഇത് വെട്ടിപ്പോയി. മൈനസ് cos x മൈനസ് cos x ഇന്റഗ്രൽ dx പ്ലസ് sin x. അടുത്ത ടൈം എന്താണ്? അടുത്ത് നോക്കിയ ഇന്റഗ്രൽ cos x cosec x അല്ലേ? അതിന്റെ റിസൾട്ട് ഉണ്ട്. സൈഡിലായിട്ട് എഴുതി വെച്ചു. ഇന്റഗ്രൽ, ഒരു സെക്കൻഡ് ഞാൻ കളർ ഒന്ന് മാറ്റിക്കട്ടെ. ഇന്റഗ്രൽ cos x cosec x
പറഞ്ഞു കഴിഞ്ഞാൽ എഴുതിക്കോ, ln മോഡ് sin x ആണ്. അപ്പൊ എഴുതാം. അപ്പൊ ഇവിടെ നമുക്ക് sin x ഇൻറ്റു ln മോഡ് sin x. എല്ലാം കിട്ടിയോ? ഇല്ല. ഫൈനൽ ആൻസർ അപ്പൊ എന്ത് കിട്ടുന്നു? മൈനസ് കോസ് എക്സ് ഇൻറ്റു എക്സ് പ്ലസ് sin x ഇൻറ്റു ln ഓഫ് മോഡ് sin x. ഇതാണ് വൈ പി. ഫൈനൽ ആയിട്ടുള്ള സൊല്യൂഷൻ y ഈസ് ഈക്വൽ ടു വൈ സി പ്ലസ് വൈ പി എന്ത് കിട്ടുന്നു? വൈ സി എന്താണ്? C1 cos x പ്ലസ് C2 sin x ആണ്. വൈ പി എന്താ? മൈനസ് എക്സ് കോസ് എക്സ് പ്ലസ് sin x ln ഓഫ് മോഡ് sin x. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സോൾവ് y ഡബിൾ ഡാഷ് മൈനസ് 2y ഡാഷ് പ്ലസ് y ഈസ് ഈക്വൽ ടു e റൈസ് ടു x ഡിവൈഡഡ് ബൈ x യൂസിങ് മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റർ. 2018 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, ഇത് നോൺ ഹോമോജീനിയസ് ആണ്. അപ്പോൾ ആദ്യം നമ്മൾ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ കാണാം, അതിനുശേഷം പർട്ടിക്കുലർ. കോംപ്ലിമെന്ററി ഫംഗ്ഷൻ കാണാനായിട്ട് ഓക്സിലറി ഇക്വേഷൻ എന്താണ്? എം സ്ക്വയർ മൈനസ് 2m പ്ലസ് 1 ഈസ് ഈക്വൽ ടു 0. ഇതെന്താണ് അപ്പോൾ വരുന്നത്? എം മൈനസ് 1 ഹോൾ സ്ക്വയർ എന്നുള്ള ഫോമിലല്ലേ കിട്ടുന്നത്. അപ്പൊ എം ഈസ് ഈക്വൽ ടു 1 1. വൈ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടുന്നു? C1 പ്ലസ് C2x ഇൻറ്റു ഇ റൈസ് ടു എക്സ് എന്ന് കിട്ടുന്നു. ഇതിൽ നിന്ന് y ഈസ് ഈക്വൽ നിങ്ങൾക്ക് y1 y2 കാണാനായിട്ട് ഇ റൈസ് ടു എക്സ് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ C1 ഇ റൈസ് ടു എക്സ് പ്ലസ് C2 എക്സ് ഇ റൈസ് ടു എക്സ് എന്ന് കിട്ടുന്നു. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ വ്രോൺസ്കിയൻ കാണണം. വ്രോൺസ്കിയൻ കാണാനായിട്ട് y1 എന്ന് പറയുന്നത് എന്താണ്? ഇ റൈസ് ടു എക്സ്. y2 എന്ന് പറയുന്നത് എന്താണ്? എക്സ് ഇ റൈസ് ടു എക്സ് ആണ്. ഇപ്പൊ y1 ഇ റൈസ് ടു എക്സ്, y2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഇ റൈസ് ടു എക്സ്, y1 ഡാഷ് ഇ റൈസ് ടു എക്സ്, y2 ഡാഷ് എന്താ? എക്സ് ഇ റൈസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ? എക്സ് ഇ റൈസ് ടു എക്സ് പ്ലസ് ഇ റൈസ് ടു എക്സ് ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു ഡിറ്റ് വാല്യൂ എടുക്കുമ്പോൾ ഇ റൈസ് ടു എക്സ് ഇൻറ്റു എക്സ് ഇ റൈസ് ടു എക്സ് പ്ലസ് ഇ റൈസ് ടു എക്സ് മൈനസ് എക്സ് ഇ റൈസ് ടു എക്സ് ഇൻറ്റു ഇ റൈസ് ടു എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു അടുത്ത സ്റ്റെപ്പിൽ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കി. അപ്പൊ എന്താ? എക്സ് ഇൻറ്റു ഇ റൈസ് ടു എക്സ് ഇൻറ്റു ഇ റൈസ് ടു എക്സ് എന്താ? ഇ റൈസ് ടു 2x അല്ലേ? പ്ലസ് ഇ റൈസ് ടു 2x മൈനസ് എക്സ് ഇ റൈസ് ടു 2x. ഇതും പോയി ആൻസർ എന്ത് കിട്ടുന്നു? ഇ റൈസ് ടു 2x എന്ന് കിട്ടുന്നു. വ്രോൺസ്കിയൻ ഡബ്ല്യു ഇ റൈസ് ടു 2x എന്ന് കിട്ടി. ഇനി നമുക്ക് പർട്ടിക്കുലർ ഇന്റഗ്രലിന്റെ ഫോർമുല എഴുതിയാൽ മതി. പർട്ടിക്കുലർ ഇന്റഗ്രൽ കാണാൻ എന്താ ഫോർമുല? വൈ പി ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ മൈനസ് y1 ഇന്റഗ്രൽ y2 ഇൻറ്റു ആർ ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ഡബ്ല്യു ഡി എക്സ് പ്ലസ് y2 ഇൻറ്റു ഇന്റഗ്രൽ y1 ആർ ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ഡബ്ല്യു ഡി എക്സ് ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് y1 എന്താണ്? y1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ റൈസ് ടു എക്സ് ആയിരുന്നു. അപ്പൊ മൈനസ് ഇ റൈസ് ടു എക്സ് ഇന്റഗ്രൽ y2 എന്താണ്? എക്സ് ഇ റൈസ് ടു എക്സ് ഇൻറ്റു ആർ ഓഫ് എക്സ് എന്താണ്? ഇ റൈസ് ടു എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ഡിവൈഡഡ് ബൈ ഡബ്ല്യു എന്താണ്? ഇ റൈസ് ടു 2x ഡി എക്സ് പ്ലസ് y2 എന്താണ്? എക്സ് ഇ റൈസ് ടു എക്സ്, y1 എന്താണ്? ഇ റൈസ് ടു എക്സ് ഇൻറ്റു ആർ ഓഫ് എക്സ് എന്താണ്? ഇ റൈസ് ടു എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ഡിവൈഡഡ് ബൈ ഇ റൈസ് ടു 2x ഡി എക്സ്. വെട്ടിക്കളയാനുള്ളതൊക്കെ വെട്ടിക്കള. ഇതും പോയി. വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് ഇ റൈസ് ടു എക്സ് ഇന്റഗ്രൽ ഇ റൈസ് ടു എക്സ് ന്യൂമറേറ്ററിലുള്ള ഇ റൈസ് ടു എക്സ് എന്താവും? ഇ റൈസ് ടു 2x ആണ്. താഴെ എന്തുണ്ട്? ഒരു ഇ റൈസ് ടു 2x ഉണ്ട്. ഡി എക്സ് പ്ലസ് എക്സ് ഇ റൈസ് ടു എക്സ് ഇന്റഗ്രൽ
മുകളിൽ എന്തുണ്ട്? ഇ റേസ് ടു എക്സ്. ഇത് എന്താ ഡിനോമിനേറ്റർ ഉള്ളത് എന്താണ്? അത് തിരിച്ചിടുമ്പോ എന്താ 1/e റേസ് ടു എക്സ് എന്നല്ലേ? അതായത് ന്യൂമറേറ്ററിൽ അപ്പം ഇ റേസ് ടു എക്സ് വന്ന് ഡിനോമിനേറ്ററിൽ എക്സ് ഇൻറ്റു ഇ റേസ് ടു എക്സ് വന്നു. ഓക്കെ, ഡി എക്സ്. ഇത് വെട്ടിപ്പോയി. അപ്പൊ നമുക്ക് എന്ത് കിട്ടുന്നു? മൈനസ് ഇ റേസ് ടു എക്സ് ഇന്റഗ്രൽ ഡി എക്സ് പ്ലസ് എക്സ് ഇ റേസ് ടു എക്സ് ഇന്റഗ്രൽ 1/x ഡി എക്സ്. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ നമുക്കറിയാം മൈനസ് ഇ റേസ് ടു എക്സ് ഇന്റഗ്രൽ ഡി എക്സ് എന്താണ്? എക്സ് ആണ്. പ്ലസ് എക്സ് ഇ റേസ് ടു എക്സ് ഇന്റഗ്രൽ 1/x എന്താണ്? ലോഗ് എക്സ് ആണ്. ഇതാണ് ഇതിന്റെ ആൻസർ. വേണമെങ്കിൽ ഇതിനെ ഒന്നുകൂടെ നമുക്ക് ഷോർട്ട് ആക്കാം. ഇത് നമുക്ക് ഇത് ആദ്യത്തെ ടേം നെഗറ്റീവ് അല്ലേ? ആ നെഗറ്റീവ് വരുന്ന ടൈം മാറ്റി ആദ്യം പോസിറ്റീവ് വരുന്ന ടൈമായിട്ട് എഴുതുമ്പോൾ എന്ത് കിട്ടുന്നു? എക്സ് ഇ റേസ് ടു എക്സ് ലോഗ് എക്സ് മൈനസ് എക്സ് ഇ റേസ് ടു എക്സ്. നേരെ തിരിച്ചിട്ടു, അത്രേ ഉള്ളൂ. എന്നിട്ട് ഈ എക്സ് ഇ റേസ് ടു എക്സ് നോക്കി രണ്ട് ടൈമിലും ഉള്ളതല്ലേ? അപ്പോൾ അതെടുത്ത് കോമൺ ആയിട്ട് എടുത്ത് വെളിയിലിട്ടാൽ എക്സ് ഇ റേസ് ടു എക്സ് വെളിയിട്ടാൽ ലോഗ് എക്സ് മൈനസ് 1 എന്നില്ല. ഇങ്ങനെ വേണമെങ്കിലും ഒന്ന് ഷോർട്ട് ആക്കി എഴുതാം. അപ്പൊ വൈ പി എന്ന് പറഞ്ഞാൽ എക്സ് ഇ റേസ് ടു എക്സ് ലോഗ് എക്സ് മൈനസ് 1 എന്നാണ് കിട്ടുന്നത്. അപ്പൊ നമ്മൾ എന്താ സൊല്യൂഷൻ y ഈസ് ഈക്വൽ ടു വൈ സി പ്ലസ് വൈ പി. വൈ സി എന്തായിരുന്നു? C1 പ്ലസ് C2 എക്സ് ഇൻറ്റു ഇ റേസ് ടു എക്സ് പ്ലസ് അടുത്തത് വൈ പി എന്താണ്? എക്സ് ഇ റേസ് ടു എക്സ് ലോഗ് എക്സ് മൈനസ് 1. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. സോൾവ് y ഡബിൾ ഡാഷ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു എക്സ് സൈൻ എക്സ് using method of variation of parameter. മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റർ വെച്ചിട്ട് ഇതിന്റെ സൊല്യൂഷൻ കാണുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ ആദ്യം ഓക്സിലറി ഇക്വേഷൻ എഴുതുന്നു. ഓക്സിലറി ഇക്വേഷൻ എം സ്ക്വയർ പ്ലസ് 1 ഈസ് ഈക്വൽ ടു 0, എം സ്ക്വയർ ഈസ് ഈക്വൽ ടു മൈനസ് 1, എം ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ഐ. അപ്പൊ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ എന്താണ്? വൈ സി എന്ത് കിട്ടുന്നു? C1 cos x പ്ലസ് C2 sin x എന്ന് കിട്ടുന്നു. C1 cos x പ്ലസ് C2 sin x. അതായത് y1 ഈസ് ഈക്വൽ ടു cos x എന്നും y2 ഈസ് ഈക്വൽ ടു sin x എന്നുമാണ് കിട്ടുന്നത്. ബ്രോൺസ്കിയൻ കാണുമ്പോൾ എന്താ കിട്ടുന്നത്? 1 എന്നല്ല കിട്ടുന്നത്. W ഈസ് ഈക്വൽ ടു y1 cos x y2 sin x y1 ഡാഷ് മൈനസ് sin x y2 ഡാഷ് cos 2x cos x sin x ന്റെ cos x. ഡിറ്റ് എടുക്കുമ്പോൾ cos സ്ക്വയർ x പ്ലസ് സൈൻ സ്ക്വയർ x ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. W അപ്പോൾ 1 ആയി. പർട്ടിക്കുലർ ഇന്റഗ്രൽ ഫോർമുല എന്താ? മൈനസ് y1 ഇന്റഗ്രൽ y2 ഇൻറ്റു ആർ ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ W dx പ്ലസ് y2 ഇൻറ്റു ഇന്റഗ്രൽ y1 ആർ ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ W dx ആണ്. which is equal to pi is equal to minus cos x integral y2 എന്താണ്? y2 sin x അല്ലേ? r of x or x sin x divided by 1 dx plus y2 എന്താണ്? sin x divided by 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടൈം തന്നെയല്ലേ? അപ്പൊ നമ്മൾ അതങ്ങ് എഴുതിയാൽ മതി. ഓക്കെ, ഇനി അടുത്ത എന്താ? sin x. y1 എന്താണ്? cos x x sin x divided by 1 അതൊന്ന് എഴുതിയാൽ മതി. dx. ഇനി നമുക്ക് മൈനസ് cos x ഇന്റഗ്രൽ എക്സ് സൈൻ സ്ക്വയർ എക്സ് ഡി എക്സ് എന്ന് കിട്ടുന്നു. പ്ലസ് സൈൻ എക്സ് ഇൻറ്റു ഇതെന്ത് കിട്ടുന്നു? എക്സ് ഇൻറ്റു സൈൻ എക്സ് കോസ് എക്സ് ഡി എക്സ് എന്ന് കിട്ടുന്നു. ഓക്കെ, ഇനി ഞാൻ ഇത് നമുക്ക്
ഈ എന്താണ് ഈ സബ്സ്റ്റിറ്റ്യൂഷൻ ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ അതിനായിട്ട് ഞാൻ ഈ ഒരു പോർഷനെ ഞാൻ ഫസ്റ്റ് പാർട്ടായിട്ടും ഈ ഒരു പോർഷനെ ഞാൻ സെക്കൻഡ് പാർട്ടായിട്ടും എടുത്ത് സെപ്പറേറ്റ് ചെയ്തിട്ട് ഞാൻ ഇതിനകത്ത് കൊടുക്കുക. ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിച്ച്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് എന്താണ്, ഇന്റഗ്രൽ എക്സ് സൈൻ സ്ക്വയർ എക്സ് ഡി എക്സ് ഞാൻ സെപ്പറേറ്റ് കണ്ടിട്ട് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ, രണ്ടും നമ്മൾ സെപ്പറേറ്റ് ആണ് കാണുന്നത്. ഇത് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ എക്സ് ഇൻറ്റു ഈ സൈൻ സ്ക്വയർ എക്സിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം, നമ്മൾ പണ്ട് പഠിച്ച സൈൻ സ്ക്വയർ തീറ്റ എന്താണ് 1 മൈനസ് കോസ് 2 തീറ്റ ഡിവൈഡ് ബൈ 2 എന്ന് കൊടുക്കാം. ഇവിടെ എന്ത് കിട്ടുന്നു, അപ്പോൾ എക്സ് ഇൻറ്റു 1 മൈനസ് കോസ് 2x, ഇവിടെ എല്ലാം എക്സിലല്ലേ, അപ്പോൾ 2x ഇൻറ്റു 1 മൈനസ് കോസ് 2x ഡിവൈഡ് ബൈ 2 ഇൻറ്റു ഡി എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു ആ 1/2 എടുത്ത് വെളിയിട്ട 1/2 ഇൻറ്റു എക്സ് ഇൻറ്റു 1 മൈനസ് കോസ് 2x ഡി എക്സ് എന്ന് കിട്ടുന്നു. ഓക്കെ, ഇനി ആ എക്സിനെ എടുത്ത് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടുന്നു, 1/2 ഇന്റഗ്രൽ എക്സ് മൈനസ് എക്സ് കോസ് 2x ഡി എക്സ് എന്ന് കിട്ടും. വിച്ച് ഈസ് ഈക്വൽ ടു 1/2, ഇത് ഇന്റഗ്രൽ സ്പ്ലിറ്റ് ചെയ്യാൻ പോവാണ്. 1/2 രണ്ട് ടൈമിന് കോമൺ ആണ്, അപ്പോൾ ഒരു ബ്രാക്കറ്റ് കൊടുത്തിട്ടാണ്. ഫസ്റ്റ് ടൈം ഇന്റഗ്രൽ എക്സ് ഡി എക്സ് മൈനസ് അടുത്തതോ മൈനസ് എക്സ് കോസ് 2x ഡി എക്സ്. ഓക്കെ, 1/2 രണ്ടിന് കോമൺ ആയിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ബ്രാക്കറ്റ് ഒക്കെ കൊടുത്തത്. വിച്ച് ഈസ് ഈക്വൽ ടു 1/2 ഇന്റഗ്രൽ എക്സ് ഡി എക്സ് എന്താണ്, എക്സ് ഡി എക്സ് എക്സ് സ്ക്വയർ ബൈ 2 ആണ്, മൈനസ് ഇത് എന്ത് കിട്ടുന്നു, ഇത് നമുക്ക് എക്സ് കോസ് 2x ഡി എക്സ് എന്നല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പോളിനോമിയൽ ഫസ്റ്റ് വന്നു കഴിഞ്ഞാൽ ബെർണോളിസ് കൊടുക്കാം. ബെർണോളിസ് എന്താ, ഫസ്റ്റ് ഇൻറ്റു രണ്ടാമത്തെ ടൈം കോസ് 2x അല്ല, അതിന്റെ ഇന്റഗ്രൽ കോസ് 2xന്റെ ഇന്റഗ്രൽ എന്താണ് സൈൻ 2x ബൈ 2 മൈനസ് സൈൻ കൊടുത്തു. അടുത്ത ഇനി ഇതാണ് നമ്മുടെ ഫസ്റ്റ് ടൈം, ഇതാണ് നമ്മുടെ സെക്കൻഡ് ടൈം. ഇനി എക്സിന്റെ ഡെറിവേറ്റീവ്, ഫസ്റ്റ് ടൈമിന്റെ ഡെറിവേറ്റീവ് 1 ഇൻറ്റു സെക്കൻഡ് ടൈമിന്റെ ഇന്റഗ്രൽ സൈൻ 2x ബൈ 2ന്റെ ഇന്റഗ്രൽ എന്താണ് മൈനസ് കോസ് 2x ബൈ 4. ഓക്കെ, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, മെയിൻ ബ്രാക്കറ്റും ക്ലോസ് ചെയ്തു. ഈ ഇതൊക്കെ ഒന്ന് സൈനൊക്കെ ഒന്ന് ഇതാക്കിയിട്ട് വേറെ എഴുതാം. അപ്പോൾ 1/2 എക്സ് സ്ക്വയർ ബൈ 2 മൈനസ് ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുവാണ്, മൈനസ് എക്സ് ഇൻറ്റു സൈൻ 2x ബൈ 2 പ്ലസ് ഇവിടെ പ്ലസ് വരും, പക്ഷെ എന്നാലും നമുക്ക് എന്താ പിന്നെയും നമുക്ക് മൈനസ് അല്ലേ വരുന്നത്, ഇവിടെ ഒരു മൈനസ് സൈൻ ഇല്ലേ. ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുമ്പോൾ എന്ത് കിട്ടുന്നു, മൈനസ് തന്നെ വരും. മൈനസ് കോസ് 2x ബൈ 2 അല്ല ബൈ 4. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാം, ഇനി ആ വെളിയിൽ കിടക്കുന്ന 1/2 നമുക്ക് എന്ത് കിട്ടുന്നു, എക്സ് സ്ക്വയർ ബൈ 4 മൈനസ് എക്സ് സൈൻ 2x ബൈ 4 മൈനസ് കോസ് 2x ബൈ 4 എന്ന് കിട്ടും. ഇനി ഇതേപോലെ തന്നെ നമ്മൾ രണ്ടാമത്തെ പാർട്ട് എന്തായിരുന്നു, എക്സ് സൈൻ എക്സ് കോസ് എക്സ് ഡി എക്സ്. എക്സ് സൈൻ എക്സ് കോസ് എക്സ് ഡി എക്സ്. ഓക്കെ, ഈ സൈൻ എക്സ് കോസ് എക്സിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം, ഈ സൈൻ 2x ഇസ് ഈക്വൽ ടു 2 സൈൻ എക്സ് കോസ് എക്സ് എന്ന് പഠിച്ചിട്ടില്ലേ. ഈ സൈൻ 2xന്റെ സ്ഥാനത്ത് നമുക്ക് 2 സൈൻ എക്സ് കോസ് എക്സ് വരുമ്പോൾ ഇതിൽ നിന്നും സൈൻ എക്സിന്റെയും കോസ് എക്സിന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കാൻ പറ്റും, സൈൻ 2x ഡിവൈഡഡ് ബൈ 2 എന്ന് കൊടുക്കാമല്ലോ. ഞാൻ കൊടുക്കുന്നു ഇന്റഗ്രൽ എക്സ് ഇൻറ്റു
സൈൻ 2x ബൈ 2 ഡി എക്സ്. ആ വെളിയിൽ എടുത്തിട്ട് 1/2 എടുത്ത് ഇട്ടു. ഇന്റഗ്രൽ എക്സ് സൈൻ എക്സ് സൈൻ 2x ഡി എക്സ്. ഇവിടെയും ബെർണോളിസ് അപ്ലൈ ചെയ്യുന്നു. 1/2 ഇൻറ്റു ഇന്റഗ്രൽ ബെർണോളിസ് എന്താണ്? ഫസ്റ്റ് ടൈം എക്സ് ആണ്, ആ എക്സ് അതേപോലെ എഴുതുന്നു. രണ്ടാമത്തെ ടൈം സൈൻ 2x ആണ്, അതിന്റെ ഇന്റഗ്രൽ എടുക്കണം. അപ്പൊ എന്ത് കിട്ടുന്നു? മൈനസ് കോസ് 2x ബൈ 2. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇനി നമ്മൾ ഇന്റഗ്രലിനകത്തുള്ള ടൈം ഒന്നും അല്ല നോക്കുന്നത്. ഇനി നമ്മൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ടൈം, ഇതാണ് നമ്മുടെ സെക്കൻഡ് ടൈം. ഇനി ഓൾട്ടർനേറ്റ് ആയിട്ട് സൈൻ ചേഞ്ച് ചെയ്യുന്നു. ഫസ്റ്റ് ടൈമിന്റെ ഡെറിവേറ്റീവ് എടുക്കുന്നു, സെക്കൻഡ് ടൈമിന് ഇന്റഗ്രൽ. ഓൾട്ടർനേറ്റ് ആയിട്ട് ഞാൻ മൈനസ് ഇട്ടു. ഫസ്റ്റ് ടൈം എക്സ് ആണ്, എക്സിന്റെ ഡെറിവേറ്റീവ് 1 ആണ്. സെക്കൻഡ് ടൈം എന്താണ്? മൈനസ് കോസ് 2x ബൈ 2 ആണ്, അതിന്റെ ഇന്റഗ്രൽ ആണ് വേണ്ടത്. അപ്പൊ എന്ത് കിട്ടുന്നു? മൈനസ് സൈൻ 2x ബൈ 2 ഇൻറ്റു 2 4 എന്ന് കിട്ടും. സോൾവ് ചെയ്യുമ്പോൾ 1/2 ഇൻറ്റു മൈനസ് എക്സ് കോസ് 2x ബൈ 2 പ്ലസ് സൈൻ 2x ബൈ 4 is equal to 1/2 എടുത്ത് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് എക്സ് ബൈ 4 കോസ് 2x ബൈ 2 അല്ലേ? അപ്പൊ 4 ഇൻറ്റു 2 8 ആയി. ഓക്കെ, അല്ല 2 ഇൻറ്റു 4 ആണല്ലോ നമ്മൾ എടുത്തായിരുന്നല്ലേ. 2 ഇൻറ്റു 4 സോറി 4 പ്ലസ് അടുത്ത എന്താ വരുന്നത്? അടുത്താണ് 8 വരുന്നത്. ഇതൊക്കെ 4 ആണ് കേട്ടോ, ഇത് 4 ആണ്. സൈൻ 2x ബൈ 8. നമ്മുടെ ഇക്വേഷൻ നമ്പർ 1-നകത്തോട് കൊടുത്ത ഇക്വേഷൻ നമ്പർ 1 എന്തായിരുന്നു? പി is equal to മൈനസ് കോസ് എക്സ്. ഇതിന്റെ സ്ഥാനത്ത് ഈ സംഭവം കൊടുക്കണം. എന്ത് എക്സ് സ്ക്വയർ ബൈ 4 മൈനസ് ആണ് മൈനസ് എക്സ് സൈൻ 2x ബൈ 4 എക്സ് സൈൻ 2x ബൈ, അതായത് ഇപ്പൊ ഇവിടെ എന്ത് കിട്ടും? സൈൻ 2x കിട്ടും. അടുത്തത് മൈനസ് കോസ് 2x ബൈ കോസ് 2x ബൈ ഇവിടെ 8 വരും, 8 കോസ് 2x ബൈ 4 2 8 വരുവേ. തിരുത്തിയേക്കാം, എന്ന മിസ്റ്റേക്ക് ആണ്, തിരുത്തിയൊക്കെ എഴുതിയത് എന്ന മിസ്റ്റേക്ക് ആണ്, സോറി. അപ്പൊ 8 കോസ് 2x ബൈ 8. അടുത്തത് പ്ലസ് എന്തായിരുന്നു? സൈൻ എക്സ് ഇവിടെ എഴുതിയേക്കുന്നത് മൈനസ് എക്സ് ബൈ 4 കോസ് 2x പ്ലസ് സൈൻ 2x ബൈ 8. ഇതാണ് ഇതിന്റെ YP എന്ന് പറയുന്നത്. ഫൈനലായിട്ടുള്ള സൊല്യൂഷൻ വരുമ്പോൾ y is equal to yc plus yp ഒന്നിച്ച് എഴുതേണ്ടത്. അറിയാമല്ലോ. ഈ ഒരു മോഡലിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമുക്ക് മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്ററിൽ നിന്ന് ചോദിക്കുന്നത്. ഇതിനകത്തു നിന്നാണ് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ ഒരു മൊഡ്യൂളിനകത്ത് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ഈ ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ തന്നെ ചെയ്ത് പഠിക്കേണ്ടതാണ്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.